चैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वपदान्तिकम् वन्देऽहं श्रीगुरों श्रीयुतपदकमलं श्रीगुरुं वैष्णवां च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवम् साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणललितां श्रीविशाखान्वितां च हे कृष्ण करुणा सिन्धो दीनबन्धो जगल्पदे गोपेश गोपिका कान्द राधा कान्द नमोस्तुते तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। हरे कृष्ण 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 हरे 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 राम 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 हरे हरे. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. എല്ലാവർക്കും സുപ്രഭാതം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സുഭാഷിതം പരിപാടിയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മള് എന്തായാലും എല്ലാ പുലരികളും എല്ലാ സുപ്രഭാതങ്ങളും എല്ലാം അതിമനോഹരങ്ങളാണ്. കാരണം എന്താ, ഭഗവാന്റെ ഇച്ഛയില്ലാണ്ട് അല്ലെ നമുക്ക് ഉണർന്നെണീക്കാൻ സാധിക്കില്ല, സൂര്യൻ ഉദിക്കാൻ സാധിക്കില്ല. നമ്മൾ നോക്കുമ്പോൾ എല്ലാ പുലരികളിലും എന്താണ്, ഇലകൾ അനങ്ങുന്നുണ്ട്, കാറ്റ് വീശുന്നുണ്ട്, നദികൾ ഒഴുകുന്നുണ്ട്, അല്ലെ, കിളികൾ ചിലയ്ക്കുന്നുണ്ട്. എല്ലാം അതിൻ്റെതായിട്ടുള്ള സമയക്രമത്തിൽ നടന്നു പോകുന്നു. അതുപോലെ ഇന്നും ഈ ഒരു പുലരിയിൽ നമുക്ക് ഉണർന്നെണീക്കാൻ സാധിച്ചു എന്ന് പറയുന്നതും, ഈ നിമിഷം നമുക്ക് ഈ ഒരു സുഭാഷിതത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നതും ഭഗവാന്റെ തന്നെ ഒരു വലിയ കൃപാകടാക്ഷമായിട്ടാണ് നമ്മൾ കാണേണ്ടത്, അല്ലെ. ഇപ്പൊ നാമജപത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ചിട്ട് നമ്മൾ സുഭാഷിതത്തിൽ പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഭഗവത്ഗീതയില് 10ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, എന്താണ്, മഹർഷീണാം ഭൃഗുരഹം ഗിരാം അസ്മേകമക്ഷരം യജ്ഞാനാം യജ്ഞതോ അസ്മി യജ്ഞാനാം യജ്ഞതോ അസ്മി, അല്ലെ, സ്ഥാവരാണാം ഹിമാലയ. അപ്പോ ആ യജ്ഞാനാം യജ്ഞതോ അസ്മി, യജ്ഞങ്ങളിൽ വെച്ച് ഞാൻ എന്താണ്, ജപയജ്ഞോസ്മി, ജപയജ്ഞമാണ് എന്ന് പറയുന്നത്. യജ്ഞാനാം ജപയജ്ഞോസ്മി എന്ന് പറയുന്നത്. അപ്പോ യജ്ഞങ്ങളിൽ വെച്ചിട്ട് ഞാന് ജപയജ്ഞം എന്താ പറയാ, യജ്ഞങ്ങളെല്ലാം എന്തിനു വേണ്ടിയിട്ട് ചെയ്യുക, നമ്മുടെ ഓരോ ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഓരോ ക്രിയകളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് യജ്ഞങ്ങൾ എന്ന് പറയുക. അപ്പോൾ അതിൽ അശ്വമേധ യജ്ഞമുണ്ട്, വിശ്വജിത്ത് യജ്ഞമുണ്ട്, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതില് കലിയുഗത്തില് നാമയജ്ഞം എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം, ഭഗവാൻ കലിയുഗത്തിൽ ഏത് രൂപത്തിലാണ് വന്നിരിക്കുന്നത്? നാമരൂപത്തിലാണ് വന്നിരിക്കുന്നത്, അല്ലെ. അപ്പൊ ആ നാമരൂപത്തിൽ വന്നിരിക്കുന്ന ഭഗവാന്റെ തിരുനാമം ജപിക്കുമ്പോ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, അല്ലെ, ഈ നാമജപത്തിലൂടെ, ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപത്തിലൂടെ നമുക്ക് ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ പറ്റും. കാരണം കലികാലേ നാമരൂപേ കൃഷ്ണാവതാർ, ഭഗവാൻ കലിയുഗത്തിൽ നാമരൂപത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ചോദിക്കും, ഈ കൃഷ്ണ രാമ എന്ന് വിളിച്ചാൽ മാത്രമേ ഭഗവാൻ വരുള്ളൂ എന്ന് ചോദിക്കും, അല്ലെ. ഇല്ല, അതിലുപരിയായിട്ട് ഭഗവാന്റെ നാമം, അല്ലെ, ഗോവിന്ദ, ഗിരിഗോപാല, അല്ലെ, വിത്തല, പാണ്ഡുരംഗ, ഇതെല്ലാം ഭഗവാന്റെ നാമങ്ങളാണ്. എണ്ണിയാൽ ഒടുങ്ങാത്ത നാമങ്ങളാണ് ഭഗവാൻ എന്നാ പറയുക, അല്ലെ. അപ്പോ ആ നാമത്തില് ഇവിടെ പറയുന്നു, നാമചിന്താമണി കൃഷ്ണ ചൈതന്യ രസവിഗ്രഹ പൂർണ്ണശുദ്ധോ നിത്യമുക്തോ ഭിന്നത്വം നാമനാമിനോ. കലിയുഗത്തില് ഭഗവാനും ഭഗവാന്റെ നാമവും തങ്ങളില് യാതൊരുവിധ വ്യത്യാസങ്ങളുമില്ല. കാരണം ഭഗവാൻ എന്ന് പറയുന്നത് അതീന്ദ്രിയനാണ് എന്നതുപോലെ തന്നെ ഭഗവാന്റെ നാമവും അതീന്ദ്രിയമാണ്, അല്ലെ. ആ ഭഗവാന്റെ നാമത്തില് ഭഗവാനെ കലികൽമഷങ്ങൾ ഒന്നും ബാധിക്കില്ല, ഭൗതികതയുടെ ത്രിഗുണങ്ങൾ ഒന്നും ബാധിക്കില്ല ഭഗവാൻ.
അതുപോലെ ഭഗവാന്റെ നാമത്തിനും ഇത്തരത്തിലുള്ള കൽമഷങ്ങളൊന്നും തന്നെ ഭഗവാന്റെ നാമത്തിന് ബാധിക്കില്ല എന്ന്. നമ്മൾ ഓരോരുത്തരെയും, നമ്മൾ നാട്ടുകാരുടെ കാര്യമൊന്നും പറയണ്ട അല്ലെ, നമ്മൾ ഓരോരുത്തരുടെയും കാര്യം നോക്കിക്കഴിഞ്ഞാലേ നാമം ജപിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരുപാട് ഭയങ്ങളില്ലായിരുന്നു അല്ലെ. ഒരുപാട് ഭയങ്ങളുണ്ട്. രോഗത്തെ കുറിച്ചിട്ടുള്ള പീഠകള്, മനസ്താപങ്ങള്, അതോടൊപ്പം തന്നെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, കുടുംബപരമായ പ്രശ്നങ്ങൾ, കുട്ടികളുടെ പ്രശ്നങ്ങൾ. നാമം ജപിച്ചു തുടങ്ങിയതിന് ശേഷം ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല എന്നാണ് അല്ലെ. അതായത് മരണഭയം, രോഗഭയം, ദാരിദ്ര്യഭയം ഇവയെല്ലാം മാറ്റുന്നതിനുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു മാർഗമാണ് ഹരിനാമ ജപം എന്ന് പറയുന്നത്. ഈ നാമം ജപിക്കുന്നതിന് പ്രത്യേക സമയോ കാലോ വല്ലതും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല അല്ലെ. ഇതെന്ന് പറയുന്നത് എന്താണ്? രാജവിദ്യ രാജഗുഹ്യം പവിത്രം ഇതമുത്തമം പ്രത്യക്ഷാവഗമം ധർമ്മ്യം സുസുഖം കർത്തും അവ്യയോ എന്ന ഏറ്റവും രഹസ്യമായ ജ്ഞാനം, രഹസ്യങ്ങളിൽ വെച്ച് ഏറ്റവും രഹസ്യമായിട്ടുള്ള ജ്ഞാനം അല്ലെ രാജവിദ്യയാണ്. അതാണ് ഭക്തിയുദ്ധ സേവനം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഭഗവാന്റെ തിരുനാമ ജപം എന്ന് പറയുന്നത്. പ്രത്യേക സമയമോ കാലമോ ഒന്നും തന്നെ നാമം ജപിക്കുന്നതിന് വേണ്ട. ആർക്ക് വേണേലും എപ്പോ വേണേലും എവിടെ വെച്ച് വേണേലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭഗവാന്റെ തിരുനാമം ജപിക്കാൻ പറ്റും. നമ്മള് പാണ്ഡുരംഗ ക്ഷേത്രത്തിൽ അല്ലെ, പന്താർപൂർ പാണ്ഡുരംഗ ക്ഷേത്രത്തിൽ പോകുമ്പോ അതിന്റെ മുന്നിലായിട്ടൊരു സമാധി സ്ഥലമുണ്ട്. ചൊക്കാമല എന്നാണ് ആ ഭക്തന്റെ പേര്. നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് കയറുമ്പോ ഭട്ടതിരിപ്പാടിൽ നിന്നിട്ട് നാരായണീയം എഴുതി അവര് നാരായണീയ സ്മൃതി മണ്ഡപം അവിടെ ഉണ്ടല്ലോ. അതുപോലെ ക്ഷേത്രത്തിൽ കയറുമ്പോ ചൊക്കാമലയുടെ ഒരു സമാധി സ്ഥലം അവിടെ ഉണ്ടെന്ന. ചൊക്കാമല എന്ന് പറയുന്നത് വിത്തല പാണ്ഡുരംഗയുടെ വളരെ ഇഷ്ടപ്പെട്ട ഒരു ഭക്തനായിരുന്നു. എപ്പോഴും ഇങ്ങനെ ഭഗവാന്റെ വിത്തല 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 പാടിക്കൊണ്ട് നടന്നൊരു ഭക്തനാണ്. ഒരു ദിവസം അദ്ദേഹം ഒരു കൽപ്പണിക്കാരനായിരുന്നു കേട്ടോ. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഒരു ദിവസം അവിടെ ഇങ്ങനെ ഒരു വലിയ മതിൽ കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ മതിലെല്ലാം കൂടി പൊളിഞ്ഞു വീണിട്ട് ഈ ചൊക്കാമലയും എന്ത് ചെയ്തു? അതിന്റെ അടിയിൽ പെട്ടിട്ട് മരണപ്പെട്ടു പോയി. ആ സമയത്ത് ഈ മൃതദേഹങ്ങളെല്ലാം വാരിക്കൂട്ടിയിട്ടിട്ട് എന്ത് ചെയ്തു? സംസ്കരിച്ചു. അവസാനം അവിടെ രണ്ട് ഭക്തന്മാര് വരും. ജ്ഞാനദേവും നാമദേവ് എന്ന് പറയുന്ന രണ്ട് ഭക്തന്മാര് വരും. ഈ ഭക്തന്മാര് വരുമ്പോ വിത്തല അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് നാമദേവനോട് പറഞ്ഞു, നീ പോയിട്ട് ആ സംസ്കരിച്ചിട്ടിരിക്കുന്ന അസ്ഥികൂടങ്ങളിൽ നിന്നെല്ലാം തന്നെ ചൊക്കാമലയുടെ അസ്ഥി നീ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോ നാമദേവ് ചോദിച്ചു, ഇത്രയും ആൾക്കാർ മരണപ്പെട്ടു പോയില്ലേ, എല്ലാവരുടെയും അസ്ഥി അവിടെ കൊണ്ടിട്ടേക്ക്, അതിൽ നിന്ന് എങ്ങനെയാ ചൊക്കാമലയുടെ അസ്ഥി എടുക്കുക? വിത്തല പറഞ്ഞു, എനിക്ക് വളരെ പ്രിയപ്പെട്ട ഭക്തനാണ് ആര്? ചൊക്കാമല. അതുകൊണ്ട് നീ അവിടെ ചെന്നിട്ട് ഓരോ അസ്ഥികളും എടുത്ത് നീ നിന്റെ ചെവിയിൽ വെച്ച് നോക്കുമ്പോ ഏതിൽ നിന്നാണോ എന്റെ നാമം നിനക്ക് കേൾക്കുവാനായിട്ട് സാധിക്കുന്നത് അത് ചൊക്കാമലയുടെ അസ്ഥിയായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ നാമദേവ് പോയി ഓരോ അസ്ഥിയും എടുത്ത് ഇങ്ങനെ ചെവിയിൽ വെച്ച് നോക്കി. അവസാനം ചൊക്കാമലയുടെ അസ്ഥി, ഒരു അസ്ഥി എടുത്ത് ചെവിയിൽ വെക്കുമ്പോൾ അതിൽ നിന്ന് വിത്തല 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 നാമം ഇങ്ങനെ വന്നോണ്ടിരിക്കുക. അതായത് നമ്മൾ പറയില്ലേ, പഞ്ചഭൂതങ്ങളെല്ലാം മരണശേഷം ആ പഞ്ചഭൂതങ്ങളിലേക്ക് ലയിച്ചു പോവും അല്ലെ. ജലം ജലത്തിനോടും വായു വായുവിനോടും ആകാശം ആകാശത്തോടും അഗ്നി അഗ്നിയോടും എല്ലാം തന്നെ ലയിച്ചു ചേരുമ്പോഴും അതെല്ലാം ആര് തന്നെയാണ്? ക്ഷീരോദകശായി വിഷ്ണു തന്നെയാണ് അല്ലെ. ആ ഭഗവാന്റെ നാമം ആ പഞ്ചഭൂതങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കും. അതുകൊണ്ട് നാമം ജപിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിട്ട് അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ധനമായിട്ടുള്ള ആ നാമരുചിയും അവന്റെ അടുത്ത ജന്മത്തിലേക്ക് കൊണ്ടുപോകുന്ന അല്ലെ. മഹാരാഷ്ട്രയില് ഇതുപോലെ തന്നെ പാന്തർപൂരില് വിത്തല ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയ ഭക്തനായിരുന്നു ഗൗരകുംഭാര. കേട്ടിട്ടുണ്ടോ ഗൗരകുംഭാരയെ കുറിച്ചിട്ട്? നമ്മൾ കുംഭത്തെ കുറിച്ചിട്ട് പറയാല്ലേ. ഗൗരകുംഭാര, ഗൗരകുംഭാരയ്ക്ക് ഗംഗാഭായി ഭാര്യ ഉണ്ടായിരുന്നേ. അവർക്ക് ഒരു കുട്ടി ജനിച്ചു. എപ്പോഴും വിത്തളയുടെ ഭക്തനായതുകൊണ്ട് തന്നെ വിത്തു എന്നാണ് ആ കുട്ടിക്ക് പേരിട്ടത് കേട്ടോ. അപ്പൊ ഈ ഗൗരകുംഭാരയുടെ
ജോലി എന്ന് പറയുന്ന എല്ലാം മൺകുടങ്ങൾ ഉണ്ടാക്കുന്നതാ ഗൗരകുംഭാരയുടെ ജോലി കേട്ടോ. അപ്പൊ ഇങ്ങനെ ഗൗരകുംഭാര ഇങ്ങനെ മണ്ണെല്ലാം കുഴച്ച് കുടങ്ങളെല്ലാം ഉണ്ടാക്കി ഇങ്ങനെ വിൽപ്പന നടത്തി. അതേസമയം സദാസമയം ഊണിലും ഉറക്കത്തിലും എല്ലാം ഭഗവാന്റെ നാമജപമാണ് കേട്ടോ ഗൗരകുംഭാര ചെയ്യുന്നത്. അങ്ങനെ ഈ കുട്ടിക്ക് വിത്തുവിന്റെ 1ാം ജന്മദിനം വരിക. ആ ജന്മദിനം വരുമ്പോ ഗംഗാഭായി ഗൗരകുംഭാരയോട് പറഞ്ഞു, ഇന്ന് നമുക്ക് മോന്റെ ജന്മദിനോ, നമുക്ക് നല്ലവണ്ണം ഇതെല്ലാം ആഘോഷിക്കണം. ഇതെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോഴും ഗൗരകുംഭാരയുടെ മനസ്സിൽ ആര് മാത്രമേ ഉള്ളൂ? വിത്തള മാത്രമേ ഉള്ളൂ. ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ആ വീട്ടിലേക്ക് ആഹാരങ്ങളൊക്കെ പാചകം ചെയ്യണമെങ്കിൽ വെള്ളം വേണം. അത് കുറച്ച് ദൂരെ നിന്ന് എടുത്തോണ്ട് വരിക. ഗംഗാബായി പറഞ്ഞു, ദേ മോനെ ഞാൻ അടുത്തിരുത്തിയിട്ടാ പോകുന്നേ, മറന്നു പോവരുത്, നല്ലവണ്ണം സൂക്ഷിക്കണം. ഇതെല്ലാം പറഞ്ഞിട്ട് ഗംഗാഭായി വെള്ളം എടുക്കാനായിട്ട് പോയി. ഗൗരകുംഭാര അവിടെ നിന്ന് ഭഗവാന്റെ നാമം ചൊല്ലി ഈ മണ്ണെല്ലാം കൂടിയിട്ട് കുടമുണ്ടാക്കാനായിട്ടുള്ള മണ്ണെല്ലാം കൂട്ടിയിട്ട് വെള്ളമെല്ലാം ഒഴിച്ചിട്ട് അതിൽ കയറി കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടിക്കുഴയ്ക്കുകയായി മണ്ണ്. ഈ കുട്ടി അച്ഛന്റെ ഈ സാഹസങ്ങളെല്ലാം കണ്ടപ്പോ ഈ കുട്ടി സ്നേഹത്തോടു കൂടി ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് എന്ത് ചെയ്തു? ഗൗരകുംഭാരയുടെ അടുക്ക ചെന്നു. ഗൗരകുംഭാര നാമജപത്തിന്റെ അതീന്ദ്രിയമായ തലത്തിൽ നിന്നുകൊണ്ട് ഈ കുട്ടി വന്നതൊന്നുമേ അറിഞ്ഞില്ല. ആ മണ്ണിലിട്ട് ഈ കുട്ടിയെ കൂടി എന്ത് ചെയ്തു? ചവിട്ടിക്കുഴച്ചു. കുറച്ചു കഴിഞ്ഞപ്പോ ഗംഗാബായി വന്നു. എവിടെയാ മോൻ എന്തിയെ? വിത്തു എവിടെ? വിത്തു എവിടെ എന്ന് ചോദിച്ചു. ഗൗരകുംഭാര പറഞ്ഞു, എനിക്കറിയില്ല, ഞാൻ കണ്ടില്ല. അവിടെ എല്ലാം നോക്കി വിത്തുവിനെ കാണാഞ്ഞിട്ട് വലിയ കരച്ചിലും ബഹളവും ഒക്കെ ആയിട്ട് ചുറ്റുമുള്ള അയൽക്കാരെല്ലാം വന്നു. അയൽക്കാരെല്ലാം വന്നിട്ട് വിത്തുവിനെ അവിടെ എല്ലാം നോക്കി. അവസാനം നോക്കിയപ്പോ കുടമുണ്ടാക്കാനായിട്ട് ചവിട്ടിക്കൂട്ടിയ മണ്ണിനിടയിൽ നിന്ന് ഇങ്ങനെ ചോര ചെറുതായിട്ട് വാർന്നു വരികയാണ്. പെട്ടെന്ന് തന്നെ അതെല്ലാം മാറ്റി നോക്കിയപ്പോ കുട്ടി ചവിട്ടി കുഴച്ച് കുട്ടിയുടെ രക്തമെല്ലാം പോയി. ആന്തായി കുട്ടി മരിച്ചുപോയി. എല്ലാവരും ഗൗരകുംഭാരയെ കുറ്റപ്പെടുത്തി. നിന്റെ അശ്രദ്ധ കൊണ്ടാ ഇതെല്ലാം എന്താണ് നടന്നത്, അതുകൊണ്ട് ഇതിന്റെ കുറ്റക്കാരൻ പൂർണ്ണമായിട്ടും നീ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗൗരകുംഭാരയെ വല്ലാണ്ട് കുറ്റപ്പെടുത്തിയെന്ന. അപ്പോ എല്ലാരും പിരിഞ്ഞു പോയി. ഗൗരകുംഭാര മാപ്പപേക്ഷയുമായി തെറ്റിന് പ്രായച്ചിത്തമായിട്ട് ഗംഗാഭായിയുടെ അടുക്ക ചെന്നപ്പോ ഗംഗാഭായി എന്ത് ചെയ്തു? ഇദ്ദേഹത്തെ അവഗണിച്ചു. സംസാരിക്കാൻ കൂട്ടാക്കിയില്ല. കുറെ ദിവസങ്ങൾക്ക് ശേഷം സംസാരം പ്രവൃത്തി ഒന്നും തന്നെ ഇല്ലാണ്ട് മൗനിയായിട്ട് മാറി ഗംഗാഭായി സ്വന്തം വീട്ടിലേക്ക് തിരിച്ചുപോയി. അപ്പോഴും ഗൗരകുംഭാര തന്റെ നാമജപവും കീർത്തനങ്ങളും ഒക്കെ ആയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. അവസാനം ഗംഗാഭായി തന്റെ അച്ഛനോട് പറഞ്ഞു, എനിക്കൊരു കുട്ടിയെ വേണം, പക്ഷെ അദ്ദേഹവുമായിട്ട് എനിക്ക് ജീവിക്കാനായി സാധിക്കില്ല. അതുകൊണ്ട് തന്റെ സഹോദരിയായിട്ടുള്ള വിമലാഭായി എന്ത് ചെയ്യാം? അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുക്കാം. ഗംഗാഭായിയുടെ അച്ഛൻ വന്നിട്ട് ഗൗരകുംഭാരയെ കണ്ടു. അദ്ദേഹം സമ്മതിച്ചില്ല. ഒരുപാട് നിർബന്ധിച്ചിട്ട് പറഞ്ഞു, നീ വളരെ ശ്രേഷ്ഠനായിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു അപേക്ഷയുമായിട്ട് നിന്റെ മുന്നിൽ വന്നത്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? വിമലാഭായിയെ നീ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ആ വിവാഹം നടത്തിക്കൊടുത്തു. പക്ഷേ ഈ സംഭവത്തിന് ശേഷം ഗൗരകുംഭാര വിത്തളയോടൊരു പ്രതിജ്ഞ ചെയ്തിരുന്നു, ഞാൻ ഒരിക്കലും തന്നെ സ്ത്രീകളെ സ്പർശിക്കില്ല. രാത്രി കിടന്നുറങ്ങി. ഗൗരകുംഭാര യാതൊരു തരത്തിലും അവരുമായിട്ട് യാതൊരു സമ്പർക്കവും പുലർത്തിയില്ല. ഇദ്ദേഹത്തിന്റെ ഈ ചിഷ്ടമായി നിഷ്ഠമാറ്റുന്നതിന് വേണ്ടിയിട്ട് ഗംഗാഭായിയും വിമലാഭായിയും ഇദ്ദേഹത്തിന്റെ 2 വശങ്ങളിലായിട്ട് വന്നു കിടന്നിട്ട് അദ്ദേഹത്തിന്റെ കൈയെടുത്ത് അവരുടെ മാറിടത്തിലേക്ക് വെച്ചു. പിറ്റേ ദിവസം ഉണർന്നു നോക്കി ഗൗരകുംഭാര വിചാരിച്ചു, ഉറക്കത്തിൽ സംഭവിച്ചു പോയതാ, അങ്ങനെ വിട്ടുകളഞ്ഞു. 2 ദിവസം 3 ദിവസം 4 ദിവസമായപ്പോ ഗൗരകുംഭാരയ്ക്ക് മനസ്സിലായി, എങ്ങനെയോ ഞാൻ അറിയാതെ എന്റെ തെറ്റുകൾ വന്നു പോകുന്നു എന്ന് വിചാരിച്ചിട്ട് തന്റെ 2 കൈകളും എന്ത് ചെയ്യുക? ഗൗരകുംഭാര മുറിച്ചു കളഞ്ഞു.
ചോരയിൽ കുതിർന്നു കിടക്കുന്ന ഗൗരകുംഭാരയെ കണ്ടപ്പോൾ വിമലാഭായിക്കും ഗംഗാഭായിക്കും ഭയങ്കരമായിട്ടുള്ള വിഷമമുണ്ടായി. കാരണം ഞങ്ങളുടെ ആഗ്രഹം കൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് എന്ന് വിചാരിച്ചിട്ട് വല്ലാണ്ട് വിഷമിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയം ഒരു കാർത്തിക ശുദ്ധ ഏകാദശി ദിവസം ഒരു വ്യക്തി അവിടെ വന്നു. ഒരാൾ വന്നിട്ട് പറഞ്ഞു, എനിക്ക് കുറെ മൺകുടങ്ങൾ ഉണ്ടാക്കണം. അപ്പോ ഗൗരകുംഭാര പറഞ്ഞു, എനിക്ക് 2 കൈയുമില്ല, എനിക്കൊന്നും ചെയ്യാനായിട്ടാവില്ല. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, എന്റെ കയ്യിൽ എല്ലാ സാധന സാമഗ്രികളും ഉണ്ട്, അങ്ങനെക്ക് നിർദ്ദേശം നൽകിയാൽ മതി, ഞാനും കൂടെ സഹായിക്കാം, ഞാനും കൂടി ഉണ്ടാക്കാം. അങ്ങനെ ഗൗരകുംഭാരയുടെ നിർദ്ദേശാനുസരണം ആ വ്യക്തി കുടങ്ങൾ നിർമ്മിക്കാനായിട്ട് ആരംഭിച്ചു. വളരെ മനോഹരമായിട്ടുള്ള കുടങ്ങൾ, ശംഖുചക്ര ഗദാപത്മങ്ങളുടെ ചിഹ്നങ്ങളോട് കൂടിയിട്ടുള്ള മനോഹരമായ കുടങ്ങൾ ഉണ്ടാക്കി അദ്ദേഹം തന്നെ ചുമന്നു കൊണ്ടുപോയി വിറ്റ് ആ പൈസയൊക്കെ കൊണ്ടുവന്നു ഗൗരകുംഭാരയ്ക്കും കൂടി കൊടുത്തു. ഇതേ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ജ്ഞാനദേവും നാമദേവും പാന്തർപൂർ ക്ഷേത്രത്തിലെത്തി. വിത്തളയെ ദർശനമെടുക്കാനായിട്ട്, പാണ്ഡുരംഗയുടെ ദർശനമെടുക്കാനായിട്ട് എത്തിയപ്പോ അവിടെ ആ ഭഗവാന്റെ ചൈതന്യം ഒന്നും തന്നെ കാണാനില്ല. അവർക്ക് വളരെ വിഷമമായി. അവര് പിന്നെ ചിന്തിച്ചു, ഭഗവാൻ ഇവിടെ ഇല്ല, ഭഗവാൻ എവിടെയോ പോയതാ. അങ്ങനെ ഗൗരകുംഭാരയുടെ കഥകളെല്ലാം അറിഞ്ഞിട്ട് അവര് നേരെ എന്ത് ചെയ്തു, പാന്തർപൂരിൽ വന്നിട്ട് ഗൗരകുംഭാരയുടെ വീട്ടിൽ വരുന്ന സമയത്ത് എല്ലാവരും, അവിടെയുള്ള ജനങ്ങളെല്ലാം വളരെ ആഹ്ലാദത്തിൽ, ആനന്ദത്തിമിർപ്പിൽ ഇങ്ങനെ നൃത്തം ചെയ്യാം. എല്ലാവരും നൃത്തം ചെയ്യുന്നു. ഗൗരകുംഭാരയ്ക്ക് മാത്രം കൈകെട്ടിക്കൊണ്ട് നാമം ജപിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഗൗരകുംഭാര ഭയങ്കര വിഷമത്തോടു കൂടി ഇങ്ങനെ ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ, എനിക്ക് കൈകൊട്ടി അങ്ങയുടെ കീർത്തനങ്ങൾ ആലപിക്കാൻ എനിക്ക് സാധിക്കുന്നില്ലല്ലോ. അല്ലെ, വിത്തള തന്നെ മൺപാത്ര നിർമ്മാതാവായിട്ട് അല്ലെങ്കിൽ ഉണ്ടാക്കി കൊടുക്കുന്ന വ്യക്തിയായിട്ട് ഗൗരകുംഭാരയുടെ വീട്ടിലെത്തിയതാ. ഭഗവാന്റെ കൃപാകടാക്ഷം കൊണ്ട് ഗൗരകുംഭാരയ്ക്ക് തന്റെ 2 കൈകൾ തിരിച്ചു കിട്ടി. അല്ലെ, ഈ നാമദേവും ജ്ഞാനദേവും കൂടിയിട്ട് എന്ത് ചെയ്തു, ഗൗരകുംഭാരയും കൊണ്ട് പാന്തർപൂർ ക്ഷേത്രത്തിൽ പോയിട്ട് പറഞ്ഞു, അങ്ങയുടെ അടുക്കലേക്ക് വന്നത് സാധാരണ വ്യക്തിയല്ല, അത് ഭഗവാൻ തന്നെയാണ് എന്ന് പറയാം. ഗൗരകുംഭാരയുടെ സന്തോഷമെല്ലാം കണ്ടിട്ട് പാണ്ഡുരംഗ എന്ത് ചെയ്തു, പാണ്ഡുരംഗ ഭഗവാൻ രുക്മിണി ദേവിയുമായിട്ട് എവിടെ ചെന്നു, ഗൗരകുംഭാരയുടെ വീട്ടിൽ ചെന്നു. രുക്മിണി ദേവിയുടെ കൃപാകടാക്ഷം കൊണ്ട് അവർക്ക് നഷ്ടപ്പെട്ടു പോയ മകനെ എന്ത് ചെയ്തു, വിമല ഗംഗാഭായിക്ക് തിരിച്ചു കൊടുത്ത് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി. പിന്നീട് ഗൃഹസ്ഥനായിട്ട് ജീവിച്ച് പരിശുദ്ധ ഭക്തനായിട്ട് ജീവിതം പൂർത്തീകരിച്ച് ഭഗവാന്റെ അടുക്കിലേക്ക് പോയ ഒരു ഭക്തനാണ് ആര്, ഗൗരകുംഭാര എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു വന്ന കാര്യം, ഭഗവാന്റെ നാമം, അതെ, എന്താ പറഞ്ഞ, നാമചിന്താമണി കൃഷ്ണ ചൈതന്യ രസ വിഗ്രഹ പൂർണ്ണശുദ്ധോ നിത്യമുക്തോ ഭിന്നത്വം നാമനാമിനോ എന്ന് പറയുന്നത്. ഭഗവാന്റെ നാമം എന്ന് പറയുന്നത് അതീന്ദ്രിയമാണ്, അത് ഭഗവാൻ തന്നെയാണ്. ആ നാമത്തിന് ഒരിക്കലും ഭൗതികമായ കൽമഷങ്ങളോ ഭൗതികമായ ചിന്താഗതികളോ സാഹചര്യങ്ങളോ ഒന്നും തന്നെ അതിനെ ബാധിക്കില്ല. അല്ലെ, അതുകൊണ്ട് എന്ന് വിചാരിച്ചിട്ട് നാമം ജപിക്കുമ്പോൾ മക്കളെയൊന്നും ശ്രദ്ധിക്കേണ്ടെന്നല്ല, ആ ഭഗവാന്റെ കൃപാകടാക്ഷം എപ്പോഴും നാമം ജപിക്കുന്ന വ്യക്തിക്ക് ഉണ്ടാവും. അല്ലെ, നമ്മുടെ ഉള്ളിൽ അന്തര്യാമിയായിട്ട് പരമാത്മാവായിട്ടിരിക്കുന്ന ഭഗവാനെ സംബന്ധിച്ചിട്ട് നമ്മൾ നാമം ജപിക്കുമ്പോൾ എന്ത് ചെയ്യും, ആ ഭഗവാൻ ഉണർന്നിട്ട് ആ ഒരു സച്ചിദാനന്ദം നമുക്ക് അനുഭവവേദ്യമായിട്ട് മാറുന്ന. അപ്പൊ ഈ കഥകളിലൂടെ ഒക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെ, മീരാഭായിക്ക് റാണ രാജാവ് എന്ത് ചെയ്തു, എപ്പോഴും ഗിരിധര കൃഷ്ണ ഗോപാല എന്ന് പറഞ്ഞ് പാട്ടും പാടി നടന്നപ്പോ മീരാഭായി ഇങ്ങനെ ജീവിച്ചാൽ പറ്റില്ല, അവളെ കൊന്നുകളയാമെന്ന് വിചാരിച്ചിട്ട് റാണ മഹാരാജാവ് എന്ത് ചെയ്തു, വിഷം കൊടുത്തു എന്നാണ്. അപ്പോഴും ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് എന്ത് ചെയ്തു, മീരാഭായി അത് കുടിച്ചു, അത് അമൃതമായിട്ട് മാറിയെന്ന കേട്ടല്ലേ. അതുപോലെ പ്രഹ്ലാദ് മഹാരാജാവിന്റെ കഥ എടുത്താലും, ദ്രൗപദി ദേവിയുടെ കഥ എടുത്തു കഴിഞ്ഞാലും, അല്ലെ, ഭഗവാന് എല്ലാ ഭർത്താക്കന്മാരുടെയും പിതാമഹന്മാരുടെയും എല്ലാവരുടെയും അടുത്തുപോയി യാചിച്ചിട്ടും ആ വസ്ത്രാക്ഷേപത്തിൽ ആരും സഹായിക്കാൻ കൂട്ടാക്കിയില്ല. അവസാനം ഭഗവാന് ശരണാഗതി പ്രാപിച്ചുകൊണ്ട് 2 കൈയും ഉയർത്തി കൃഷ്ണ പാഹി പാഹി ജനാർദ്ദന പാടിയപ്പോ എന്ത് ചെയ്തു, അക്ഷയവസ്ത്രമായിട്ട് ഭഗവാൻ ദ്രൗപദിക്ക് വസ്ത്രം കൊടുത്തു. അക്ഷയവസ്ത്രമായിട്ട്, അല്ലെ. അപ്പോ ആ നാമത്തിന്റെ സ്വാധീനം എന്ന് പറയുന്നത് അത്രയേറെ മഹത്തരമാണ്. അതിന് ഉതകുന്ന ഏറ്റവും വലിയൊരു സംരംഭമാണ് ഈ ബലറാം ക്ഷേത്രത്തിലെ എല്ലാ ദിവസവും എന്തു ചെയ്യുന്നത്,
നാമജപമായിട്ടും സുഭാഷിതമായിട്ടും സ്തുതിഗീതങ്ങളായിട്ടും ഒക്കെ തന്നെ നമ്മുടെ മുന്നിലെത്തുന്നത്. അതിൽ പ്രഹ്ലാദനെ പോലെ, മീരാഭായിയെ പോലെ, ദ്രൗപദി മാതാവിനെ പോലെ, അതുപോലെ തന്നെ ഗൗരകുംഭാരയെ പോലെ, ചൊക്കാമലയെ പോലെ ഒക്കെ തന്നെ പരിശുദ്ധമായ നാമജപത്തിലൂടെ നമുക്കും ആ തലത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതിനെല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.